ഹലോ ഫിലിം ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിലിം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി വൺസ് ബിലോ എന്ന 2015 ഇറങ്ങിയ ഒരു ചിത്രത്തിൻ്റെ കഥയാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ദമ്പതികളെയാണ് കാണിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു ആൺകുഞ്ഞ് ജനിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. മുകളിലത്തെ നിലയിലാണ് അവർ താമസിക്കുന്നത്. താഴത്തെ പോർഷനിലെ റൂം ഒഴിവുണ്ടെന്നും അവിടെ താമസിക്കാനായിട്ട് ഉടനെ തന്നെ ആളുകൾ വരുമെന്ന് ഓണർ അവരോട് പറയുന്നു. കേറ്റ് ഒരു ഫാഷൻ ഡിസൈനറാണ്. ഇതാണ് കേറ്റിൻ്റെ അമ്മ. വളരെ മോശമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. ചെറുപ്പത്തിലെ കേറ്റിനെയും അവൻ്റെ അനിയനെയും അവർ നന്നായി ഉപദ്രവിക്കുമായിരുന്നു. ടോർച്ചർ സഹിക്കാൻ കഴിയാതെ അവളുടെ അനിയൻ അവസാനം സൂയിസൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഒരു ഓർമ്മകൾ ഇപ്പോഴും കേറ്റിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും. താഴെയുള്ള പോർഷനിൽ താമസിക്കാനായിട്ട് ഒരു ദമ്പതികൾ വരുന്നു. ജോൺ, ജെസ്സി. ജെസ്സിയും ഇപ്പോൾ 8 മാസം പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ 2 വീട്ടുകാരും കാണുകയും അവർ പരസ്പരം പരിചയപ്പെടുകയും ചെയ്യുന്നു. 2 പേരും പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് സ്വിമ്മിങ് ചെയ്യാനും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ പോകുന്നു. ജെസ്സിക്കും ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞ് തന്നെയാണ്. എപ്പോഴും അവൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കേറ്റും ജസ്റ്റിനും ഡിന്നറിനായിട്ട് അവർ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ജസ്റ്റിൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോണിപ്പടിയിലുണ്ടായിരുന്ന ലൈറ്റ് ഫ്യൂസ് അടിച്ചു പോകുന്നു. തീരെ വെളിച്ചമില്ലാത്തത് കൊണ്ട് തന്നെ കേറ്റ് എത്രയും പെട്ടെന്ന് ആ ലൈറ്റ് മാറ്റാനായിട്ട് അവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ധൃതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് പിന്നീട് ചെയ്യാമെന്ന് അവൻ അവളോട് പറയും. അങ്ങനെ വൈകാതെ തന്നെ ജെസ്സിയും ജോണും വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ അവർ 4 പേരും വളരെ സന്തോഷത്തോടു കൂടി ഭക്ഷണവും ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് സംസാരിച്ചിരിക്കുകയാണ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് അവരുടെ പ്രധാന സംസാര വിഷയം. കല്യാണം കഴിഞ്ഞ് 7 വർഷമായിട്ട് ജെസ്സിയും ജോണും ഒരു കുഞ്ഞിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടതെന്ന് അവർ സന്തോഷത്തോടു കൂടി പറയുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ട് ഇപ്പോഴാണ് ഞങ്ങളൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് തയ്യാറായതെന്ന് ജസ്റ്റിനും കേറ്റും പറയുന്നു. പിന്നീട് ജസ്റ്റിനും ജോണും തനിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ ജെസ്സി ജോണിനെ കുറിച്ച് ഒരു കാര്യം കേറ്റിനോട് പറയുന്നു. ഇത് ജോണിൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. ജോൺ ആദ്യം കല്യാണം കഴിച്ചത് ഒരു ചൈനക്കാരിയായിരുന്നു. എന്നാൽ വർഷങ്ങളായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ജനിക്കാത്തത് കൊണ്ട് തന്നെ ജോൺ അവരെ ഡിവോഴ്സ് ചെയ്തു. കാരണം കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ജോണിൻ്റെ ജീവനാണ്. പിന്നീടാണ് അവൻ ജെസ്സിയെ കല്യാണം കഴിച്ചതെന്ന് അവൾ പറയുന്നു. ഇതും പറഞ്ഞുകൊണ്ട് ടേബിളിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് എടുത്ത് ജോൺ കാണാതെ അവൾ കഴിക്കുന്നുണ്ട്. ഇത് കണ്ട് അവൾ എന്തോ ടെൻഷനിലാണെന്ന് മനസ്സിലാക്കി കേറ്റ് കുടിച്ചത് മതിയെന്ന് അവളോട് പറയുന്നുണ്ട്. അവസാനം ആകെ തളർന്നു പോയ ജെസ്സി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ജോണിനെ വിളിക്കുന്നു. എന്നാൽ ജോൺ വരുന്നതിന് മുൻപ് തന്നെ അവൾ എഴുന്നേറ്റ് ഡോറ് തുറക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കേറ്റ് വളർത്തുന്ന പൂച്ച ജെസ്സിയുടെ കാലിന് താഴെ കൂടി വരികയും ഇരുട്ടിൽ പെട്ടെന്ന് ആ പൂച്ചയെ കണ്ട് പേടിച്ച ജെസ്സി കാല് വഴുതി സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഷോക്കായി പോയി എല്ലാവരും അവളുടെ അടുത്തേക്ക് ഓടി വരും. അപ്പോഴേക്കും ബ്ലീഡിങ് വരാനായിട്ട് തുടങ്ങിയിരുന്നു. ഉടനെ തന്നെ ആംബുലൻസിനെ വിളിച്ച് ജോൺ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ലൈറ്റ് പോയപ്പോൾ തന്നെ അത് ശരിയാക്കിയാൽ മതിയായിരുന്നെന്നും എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നെന്നും കേറ്റും ജസ്റ്റിനും വിചാരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ സോറി ചോദിക്കാനായിട്ട് താഴേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ജെസ്സിയും ജോണും വീട്ടിലില്ലായിരുന്നു. ഫോണിൽ വിളിച്ചിട്ടും അവർ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ജെസ്സിയും ജോണും വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അപകടത്തിൽ ജെസ്സിയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് മരിച്ചു പോയിരുന്നു. അങ്ങനെ അവൾക്ക് അബോർഷൻ ആയിട്ടുണ്ട്. അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം കേറ്റിൻ്റെ പൂച്ചയാണെന്നും ജെസ്സി ദേഷ്യത്തോടെ പറയുന്നു. ഇത് കേട്ട് കേറ്റ് നിങ്ങളുടെ അടുത്തും തെറ്റുണ്ടെന്നും നിങ്ങൾ അന്ന് രാത്രി അത്രയും കുടിക്കാൻ പാടില്ലായിരുന്നെന്നും അവൾ പറയുന്നു. ജോൺ അറിയാതെയാണ് അന്ന് ജെസ്സി കുടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേട്ട് ജോണ് നീ കുടിച്ചിരുന്നോ എന്ന് ജെസ്സിയോട് ചോദിക്കുന്നു. എന്നാൽ അവള് ഞാൻ കുടിച്ചിട്ടില്ലെന്ന് കള്ളം പറയും. അങ്ങനെ 2 ദമ്പതികളും തമ്മിൽ അവിടെ വലിയ തർക്കം ഉണ്ടാവുന്നു. അവസാനം ജസ്റ്റിനെ കേറ്റിനെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോകും. അപ്പോൾ ജെസ്സി അവരെ നോക്കിക്കൊണ്ട് നിങ്ങൾക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് മരിച്ചു പോവെന്ന് ശാപം വിടുന്നു. ജെസ്സിയുടെ ഈ വാക്കുകൾ കേറ്റിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഓൾറെഡി ഡിപ്രഷനിലായ അവള് ഈ വാക്കുകൾ കേട്ട് ഒന്നുകൂടി ഡിപ്രഷനിലാവുന്നു. ഇത് കണ്ട് ജസ്റ്റിനെ അവളെ സമാധാനപ്പെടുത്തി ഒരു ട്രിപ്പിനൊക്കെ കൊണ്ടുപോകും. അങ്ങനെ മൈൻഡൊക്കെ റിലാക്സ് ആയ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ വീടിന് മുൻപിൽ ഒരു ലെറ്റർ ഉള്ളതായിട്ട് അവർ കാണുന്നു. ജെസ്സിയും ജോണും എഴുതിയതായിരുന്നു ആ ലെറ്റർ. അവർ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവുകയാണെന്നും കേറ്റിനെ ശപിച്ചതിന് ആ ലെറ്ററിൽ ജെസ്സി അവളോട് മാപ്പ് ചോദിക്കുന്നു. ഇത് കണ്ട് അവർക്ക് 2 പേർക്കും സന്തോഷമാവുകയും അങ്ങനെ വൈകാതെ ജെസ്സി ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും. അങ്ങനെ ഒരു ദിവസം ജെസ്സിയും ജോണും വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുന്നതായിട്ട് അവർ കാണുന്നു.
അങ്ങനെ അവര് കേറ്റിന്റെ കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നു. കുഞ്ഞിന് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവർ കുഞ്ഞിനെയൊക്കെ കൊഞ്ചിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവും. പിന്നീട് രാത്രി കുഞ്ഞിനെ അവർ ഉറക്കാൻ ശ്രമിച്ചിട്ടും അവന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം എങ്ങനെയൊക്കെയോ കേറ്റ് കുഞ്ഞിനെ ഉറക്കുന്നു. അപ്പോൾ പെട്ടെന്ന് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറ് ശബ്ദമുണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. ഈ സൗണ്ട് കേട്ട് വീണ്ടും കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കാരണം അവർ രണ്ടുപേർക്കും രാത്രി ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. ക്ഷീണിതനായിട്ടാണ് ജസ്റ്റിൻ ഓഫീസിലേക്ക് പോകുന്നത്. രാവിലെ കേറ്റിന്റെ മുഖത്തെ ക്ഷീണം കണ്ട് ജെസ്സി അവൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. കേറ്റിന്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ജെസ്സി അവളെയും കുഞ്ഞിനെയും പുറത്തേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ അവര് സ്വിമ്മിംഗ് പൂളിലും പാർക്കിലൊക്കെ പോയി കുറെ സമയം സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും രാത്രി കുഞ്ഞ് ഉറങ്ങുന്നില്ല. കുഞ്ഞിനെ ഉറക്കാനായിട്ട് അവർ പല അടവുകളും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കുഞ്ഞൊന്ന് ഉറങ്ങി വരുമ്പോഴേക്കും പുറത്തുള്ള ആ കാറിന്റെ സൗണ്ട് കേട്ട് വീണ്ടും കുഞ്ഞുണരുകയാണ്. അങ്ങനെ അടുത്ത ദിവസം കേറ്റിന്റെ അനിയന്റെ ഓർമ്മ ദിവസമായിരുന്നു. കുഞ്ഞിനെ തനിച്ചാക്കി പോവാൻ കേറ്റിന് കഴിയില്ലായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ജെസ്സി വന്നത്. അവള് കുഞ്ഞിനെ നോക്കിക്കൊള്ളാം എന്നും കേറ്റിനോട് പള്ളിയിൽ പോയി വരാനായിട്ടും ജെസ്സി പറയുന്നു. അങ്ങനെ കുഞ്ഞിന് പാലൊക്കെ പമ്പ് ചെയ്ത് വെച്ച് കേറ്റ് പള്ളിയിലേക്ക് പോകുന്നു. ഇന്ന് കുഞ്ഞ് കരയുന്ന സമയത്ത് ജെസ്സി കേറ്റ് എടുത്തു വെച്ച ആ പാല് കൊടുക്കാതെ അതിനു പകരം ജെസ്സിയുടെ മുലപ്പാലാണ് ആ കുഞ്ഞിന് കൊടുക്കുന്നത്. അതുപോലെ അവള് കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം കേറ്റ് വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ജെസ്സിയുടെ അടുത്ത് വളരെ സുഖമായിട്ട് ഉറങ്ങുന്നതാണ് അവൾ കാണുന്നത്. അങ്ങനെ അന്ന് രാത്രി കുഞ്ഞ് വളരെ സുഖമായിട്ട് ഉറങ്ങുന്നു. കുഞ്ഞിന്റെ കരച്ചിലിനെ കുറിച്ച് അറിയാനായിട്ട് അവരൊരു ഡോക്ടറിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കിച്ചണിലെ ഗ്യാസ് അര തുറന്നിട്ടിരിക്കുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ജസ്റ്റിന് അതെല്ലാം ഓഫാക്കിയിടുന്നു. ഇത്രയും കെയർലെസ് ആയി ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നതിന് ജസ്റ്റിന് കേറ്റിനെ വഴക്ക് പറയുന്നു. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് കേറ്റ് ഗ്യാസ് ഓഫാക്കിയതാണെന്ന് അവൾക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ ആരായിരിക്കും ആ ഗ്യാസ് തുറന്നിട്ടുണ്ടാകുക എന്ന് അവൾ ആലോചിക്കുന്നു. പതിവ് പോലെ തന്നെ അന്ന് രാത്രിയും കുഞ്ഞ് കരയുന്നു. അങ്ങനെ രാവിലെ കേറ്റ് തളർന്നിരിക്കുന്നത് കണ്ട് ജെസ്സി അവളോട് റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞിട്ട് കുഞ്ഞിനെ അവൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ കേറ്റ് ഉറങ്ങുന്ന സമയം ജെസ്സിയും ജോണും കുഞ്ഞിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവർ കുഞ്ഞുമായിട്ട് കൂടുതൽ ക്ലോസ് ആവുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കേറ്റും ജസ്റ്റിനും ഡിന്നറിനായിട്ട് ജെസ്സിയുടെ വീട്ടിലേക്ക് വരും. കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ബേബി മോണിറ്ററിൽ കുഞ്ഞിന്റെ റൂമിൽ നിന്ന് എന്തോ സൗണ്ട് വരുന്നത് കേട്ട് റൂമിനകത്ത് ആരോ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ കേറ്റ് ഉടനെ തന്നെ അങ്ങോട്ട് പോയി നോക്കുന്നു. അപ്പോൾ അവിടെയുള്ള ബാത്റൂമിലെ വെള്ളം ആരോ തുറന്നിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ആ റൂം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലെ പകുതി സാധനങ്ങളും വെള്ളം കയറി നശിക്കുന്നു. ഇത് കണ്ട് ജസ്റ്റിന് വീണ്ടും കേറ്റിനെ വഴക്ക് പറയുന്നു. അവളിപ്പോൾ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അവന് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ജെസ്സിയും ജോണും ആണോ ചെയ്യുന്നതെന്ന് അവൾക്കൊരു സംശയം തോന്നുന്നു. അത് കണ്ടുപിടിക്കാനായിട്ട് അടുത്ത ദിവസം തന്നെ കേറ്റ് കുഞ്ഞിനെ കുറച്ച് സമയം നോക്കാനായിട്ട് ജെസ്സിയുടെ കയ്യിൽ ഏൽപ്പിക്കും. എന്നിട്ട് പുറത്തു പോവുകയാണെന്ന് കള്ളം പറഞ്ഞിട്ട് കേറ്റിന്റെ വീടിന്റെ ബാക്ക് ഡോർ വഴി വീട്ടിലേക്ക് തന്നെ കയറി വന്നിട്ട് ജെസ്സിയെ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ജെസ്സി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഗാർഡനിലേക്ക് വരികയും കുഞ്ഞിന്റെ കുറെ ഫോട്ടോസൊക്കെ എടുക്കുന്നു. അതുപോലെ അവളുടെ പാല് കുഞ്ഞിന് കൊടുക്കുന്നത് കണ്ട് കേറ്റ് ഷോക്കായി പോകുന്നു. ജെസ്സി എന്തോ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. പിന്നീട് ജെസ്സി പുറത്തേക്ക് പോയ സമയം നോക്കിയിട്ട് കേറ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി വെച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് കയറി പരിശോധിക്കുന്നു. അപ്പോൾ അവിടെ ഒരു റൂമുള്ളതായിട്ട് അവൾ കാണും. ജെസ്സിയും ജോണും അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു ആ റൂം. ആ റൂമിനകത്ത് ജോണും ജെസ്സിയും കേറ്റിന്റെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസും അതുപോലെ അവിടെ ഒരു ക്യാമറയിൽ കുഞ്ഞിന്റെ കുറേ ഫോട്ടോസും എടുത്തിരിക്കുന്നതായിട്ട് അവൾ കാണുന്നു. ഇതേ സമയം ജോൺ വീട്ടിലേക്ക് വരുന്നത് കണ്ട് അവന്റെ കണ്ണിൽ പെടാതെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടും. ഉടനെ തന്നെ കേറ്റ് ജസ്റ്റിനെ വിളിച്ച് ഈ വിവരങ്ങളെല്ലാം അറിയിക്കുകയും ജസ്റ്റിന് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരികയും ജെസ്സിയുടെയും ജോണിൻ്റെയും വീട്ടിലേക്ക് കയറിയിട്ട് അവിടെ പരിശോധിക്കാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ ഇപ്പോൾ ആ റൂമിൽ ഫോട്ടോസ് ഒന്നും തന്നെ കാണാനില്ല. അതുപോലെ ക്യാമറയിലുണ്ടായിരുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോസും ഒന്നും തന്നെ ഇല്ലായിരുന്നു. കേറ്റിൻ്റെ ഈ പെരുമാറ്റമെല്ലാം കണ്ട കേറ്റിന് ഹാലൂസിനേഷൻ കാരണം അവൾക്ക് ഇതെല്ലാം തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് ജസ്റ്റിന് അവളോട് സോറി പറയുകയും എന്താണ് അവൾക്ക് വേണ്ടതെന്നും അവളോട് ചോദിക്കും. അപ്പോൾ കേറ്റ് ഉടനെ തന്നെ അവൾക്ക് ഈ വീട് മാറണമെന്നും ഒരു നിമിഷം പോലും അവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ലെന്നും അവനോട് പറയുന്നു. അങ്ങനെ അവര് പുതിയൊരു വീട് കണ്ടുപിടിക്കുന്നു.
പക്ഷേ ആ വീട്ടിലേക്ക് താമസം മാറാൻ 2 ദിവസം പിടിക്കും. 2 ദിവസം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ആ വീട്ടിൽ നിൽക്കാനായിട്ട് ജസ്റ്റിൻ അവളോട് പറയുന്നു. എന്നാൽ ജസ്റ്റിൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവൾ വീട്ടിൽ നിൽക്കുകയുള്ളൂ എന്ന് കേറ്റ് പറയുന്നു. അങ്ങനെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് ജസ്റ്റിന് വീട്ടിൽ നിൽക്കുന്നു. എന്നാൽ 2-മത്തെ ദിവസം ഓഫീസിൽ നിന്ന് അർജന്റായിട്ട് അവനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കോള് വരും. വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഓഫീസിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ പിന്നീട് അവൾ മുകളിലേക്ക് കയറി വന്ന് അവൾ അടിച്ചു വെച്ചിരുന്ന ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുഞ്ഞിനെയും കൊഞ്ചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ജസ്റ്റിന് കേറ്റിന്റെ അടുത്ത് നിന്ന് ഒരു മെയിൽ വരുന്നു. ഐ എം സോറി എന്ന ആ മെയിൽ കണ്ട് പേടിച്ചു പോയ ജസ്റ്റിന് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകുന്നു. ഇതേ സമയം കേറ്റ് കുഞ്ഞിനെയും കൊണ്ട് അടുത്തുള്ള ഒരു പാർക്കിലേക്ക് വരികയും കുഞ്ഞിനെ എടുത്ത് അവിടെയുള്ള ഒരു കുളത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജസ്റ്റിന് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ സൂയിസൈഡ് ചെയ്തിരിക്കുന്ന കേറ്റിനെയാണ് അവന് കാണുന്നത്. അതുപോലെ കുഞ്ഞിനെ വീട്ടിലെങ്ങും കാണാനില്ല. ഉടനെ അവന് ജെസ്സിയുടെ അടുത്തേക്ക് പോയിട്ട് കേറ്റ് കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവള് പാർക്കിലേക്കാണ് പോയതെന്ന് മറുപടി പറയും. അങ്ങനെ ജസ്റ്റിന് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ കുഞ്ഞിന്റെ ട്രോളി ഉള്ളതായിട്ട് അവന് കാണുന്നു. ഇത് കണ്ട് ജസ്റ്റിന് കുഞ്ഞിനെ അവൾ ആ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവും. പിന്നീട് കേറ്റിന്റെ ശവസംസ്കാരം എല്ലാം കഴിയുന്നു. കേറ്റും കുഞ്ഞും ഇല്ലാത്ത ആ വീട്ടിൽ നിൽക്കാനായിട്ട് ജസ്റ്റിന് സാധിക്കുന്നില്ല. അങ്ങനെ അവന് വീട് വെക്കേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് താമസിക്കാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ അവനെ യാത്ര അയച്ച് ജെസ്സി റൂമിലേക്ക് വന്നതും അവൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നീട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് അർജന്റായിട്ട് ജസ്റ്റിന് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവനെ പറഞ്ഞു വിടാനായിട്ട് കേറ്റ് താഴേക്ക് പോയ സമയം ജെസ്സി കേറ്റിന്റെ ജ്യൂസിൽ ഒരു മയക്കുമരുന്ന് കലർത്തിയിരുന്നു. അത് കുടിച്ച് ഉടനെ തന്നെ അവൾ ബോധം കെട്ടു വീണു. അതുപോലെ കേറ്റിന്റെ പോലെ വേഷം മാറി പാർക്കിലേക്ക് വന്നത് ജെസ്സി ആയിരുന്നു. പക്ഷേ കുഞ്ഞിന് പകരം ജെസ്സി കേറ്റിന്റെ പൂച്ചയെയാണ് ആ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. കേറ്റ് മയങ്ങിക്കിടന്ന സമയം അവളുടെ ലാപ്ടോപ്പ് തുറന്ന് ജെസ്സിയാണ് ജസ്റ്റിന് മെയിൽ അയച്ചതും. അതിനുശേഷമാണ് ജെസ്സി കേറ്റിനെ ബാത്റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ ബാത്ടബിൽ മുക്കി കൊന്നു കളഞ്ഞത്. ഈ നടന്ന കാര്യങ്ങളെല്ലാം ജെസ്സി ആലോചിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് പോകുന്നു. അവിടെ ജോണിന്റെ കയ്യിൽ കേറ്റിന്റെ കുഞ്ഞുള്ളതായിട്ട് കാണിക്കും. സോ കേറ്റിന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാനായിട്ട് ജോണും ജെസ്സിയും കളിച്ചതായിരുന്നു ഈ നാടകങ്ങളെല്ലാം. അങ്ങനെ അവസാനം കേറ്റിന്റെ കുഞ്ഞിനെ അവരുടെ കുഞ്ഞായിട്ട് അവർ വളർത്താനായിട്ട് തുടങ്ങുന്നു. ഇതോടുകൂടി ഈ ചിത്രം അവസാനിക്കും.